ഞാൻ ഇന്ന് C++ലെ ഫംഗ്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോട്ട് ഫംഗ്ഷൻ, C++ലെ ക്ലാസ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലാസ് ഫിലിം. അപ്പോൾ നമ്മുടെ ഒരു ഫിലിം ക്ലാസ്സിനെ കുറിച്ചാണ്, എങ്ങനെയാണ് അതിൻ്റെ ക്ലാസ് സിൻടാക്സ് C++ൽ. അപ്പോൾ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡേറ്റ മെമ്പേഴ്സ് ഉണ്ടാവും ആൻഡ് മെമ്പർ ഫംഗ്ഷൻ ഉണ്ടാവും. ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ സ്റ്റേറ്റിക് വാല്യൂസ് ഓർ സ്റ്റാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഡോണ്ട് മിസ്ഇൻറ്റർപ്രറ്റ്, അതിൻ്റെ അകത്തുള്ള ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്ന വാല്യൂസ്. ഫോർ എക്സാമ്പിൾ ഫിലിം എന്ന് പറയുമ്പം നെയിം അല്ലെങ്കിൽ അതിൻ്റെ ആക്ട്രസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം ക്ലാസ്സിന് അതിൽ ഡിഫൈൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ്. ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് എ റിലീസ് ഡേറ്റ് ഓഫ് ഫിലിം ഇഫ് യു വാണ്ട് ടു റിട്ടേൺ ഓർ ആഡ് സംതിങ് ടു ദ ഫിലിം. ഇങ്ങനത്തെ എന്തെങ്കിലും user can do some actions or things that can retrieve or make changes to a class. പിന്നെ ഉള്ള ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. അപ്പോൾ പ്രൈവറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻസ് ദാറ്റ് ആർ വിസിബിൾ ഇൻ ദിസ് ക്ലാസ്, അതായത് ഈ ക്ലാസ്സിൽ മാത്രമേ അതിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. പബ്ലിക് എന്ന് പറയുമ്പോൾ ഈ ക്ലാസ്സിന് നമുക്ക് പുറത്ത് വേറെ ക്ലാസ്സിലും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ C++ൽ ബൈ ഡിഫോൾട്ട് ഓൾ ദി ഡേറ്റ മെമ്പേഴ്സും മെമ്പർ ഫംഗ്ഷൻസ് എല്ലാം പ്രൈവറ്റ് ആണ്. ഞാനൊരു എക്സാമ്പിൾ മേ ബി ഇവിടെ കാണിക്കാം. ഐ ഹാവ് ഓൾറെഡി റിട്ടൺ. നമുക്ക് സിറ്റി എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിലുള്ള പ്രൈവറ്റ് തിങ്സ് ആണ് ടൗൺസ്, പിന്നെ ഒരു ടൗൺ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ്, ഇതൊക്കെ ഉണ്ട്. ഇതാണ് ഡേറ്റ മെമ്പേഴ്സ്. പിന്നെ അതിൽ എന്താ പറയുക ഡിഫൈൻ ചെയ്തിട്ടാണ് ഗെറ്റ് ടൗൺ വിച്ച് റിട്ടേൺസ് ദ വേരിയബിൾ ടൗൺ, ആഡ് ടു ടൗൺ, ഇങ്ങനെ കുറേ ഫംഗ്ഷൻസ് വിച്ച് ആർ പബ്ലിക്. ഇത് നമുക്ക് പുറത്തുനിന്ന് വിളിക്കാം. ഇത് പ്രൈവറ്റ് ആക്കിയതിൻ്റെ കാരണം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഈ ഇൻഡ് മെയിനിൽ സിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തു. യു കാൺ ഡു സിറ്റി ഡോട്ട് ടൗൺസ് ബിക്കോസ് അത് എറർ ആയിരിക്കും, കാരണം ഇത് പ്രൈവറ്റ് ആണ്. നൗ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസ് എന്ന് പറയുമ്പം ഒരു ബ്ലൂ പ്രിൻ്റ് പോലെയാണ്. നമുക്കതിനെ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡേറ്റ ആക്സസ് ചെയ്യാനോ ഫംഗ്ഷൻ ചെയ്യാനോ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ബൈ ഡിഫോൾട്ടായിട്ട് കോൾ ചെയ്യപ്പെടുന്ന ഒരു ഫംഗ്ഷനാണ്, ചെയ്യാൻ വേണ്ടി കോൾ ചെയ്യപ്പെടുന്ന ഒരു മെത്തേഡാണ് അതിൻ്റെ കൺസ്ട്രക്ടർ. ഫോർ എക്സാമ്പിൾ ദർ ആർ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. അതായത് നമ്മളിപ്പോൾ ഈ ഫംഗ്ഷൻ സിറ്റി ഞാൻ എന്താ പറയുക കൺസ്ട്രക്ടറായിട്ട് മുകളിലൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് ഇസ് ഇതൊരു കൺസ്ട്രക്ടറാണ്. ഇങ്ങനെയൊന്നും ഞാൻ ഡിഫോൾട്ടായിട്ട് ഒന്നും ഞാൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഞാനൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിന് സിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും വിത്ത് വാല്യൂസ് ബീങ് ഡിഫോൾട്ട്. അതായത് ടൗൺസ് 0 ആയിരിക്കും. ഇപ്പോൾ ഒരു സ്ട്രിങ് വേരിയബിൾ ഉണ്ടെങ്കിൽ അതൊരു എംപ്റ്റി സ്ട്രിങ് ആയിരിക്കും. പിന്നെ ടൗൺ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഗാർബേജ് വാല്യൂ വിത്ത് ഒരു ആ ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കും. അങ്ങനെ ഒരു ഡിഫോൾട്ട് വാല്യൂസ് വിൽ ഗെറ്റ് അസൈൻ. നൗ ഞാനിപ്പം ഡിഫൈൻ ചെയ്തു ദാറ്റ് സിറ്റി എന്ന് വിളിക്കുമ്പോൾ ഇതാണ് കൺസ്ട്രക്ടർ വിത്ത് 0 പാരാമീറ്റേഴ്സ്. അങ്ങനെ ഒരു സമയത്ത് ഈ കൺസ്ട്രക്ടർ കോൾ ചെയ്യും. എന്നിട്ട് നമ്മൾ ടൗൺസ് ടു എന്ന വേരിയബിളിന് 0 അസൈൻ ചെയ്യും. അല്ലെങ്കിൽ മേ ബി ഇഫ് ഐ വാണ്ട് ടു 80, അപ്പോൾ എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം. ആ സമയത്ത് നമ്മൾ സിറ്റി എന്ന് വിളിക്കുമ്പോൾ ഈ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു എന്താ ന്യൂ ഫംഗ്ഷൻ വിൽ ക്രിയേറ്റ് ഈ കൺസ്ട്രക്ടർ വിൽ ഗെറ്റ് കോൾഡ്. നൗ നമുക്ക് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഇനീഷ്യൽ വാല്യൂ പാസ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഈ കൺസ്ട്രക്ടർ ഉപയോഗിക്കാം. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിപ്പം ഇങ്ങനെ ഒരു കണ്ടോ, ഇവിടെ 2 കൺസ്ട്രക്ടർ ഞാൻ ഡിഫൈൻ ചെയ്തു. ഒന്ന് പാരാമീറ്റർ കൊടുക്കാതെയും ഒന്ന് പാരാമീറ്റർ കൊടുത്തിട്ടും. അപ്പം ഇതിന് സിൻടാക്സ് C++ൻ്റെ ഒരു ഈസി പണിയാണ്. അതായത് നമുക്കൊരു ഡീഫോൾട്ട് വാല്യൂ ഡിഫൈൻ ചെയ്ത് വെക്കുക. അതായത് ഇപ്പോൾ നോക്കുമ്പം ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ നമ്മളിപ്പം സിറ്റിന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ കൊടുക്കും. ഇൻ കേസ് നമ്മൾ ഇനീഷ്യൽ വാല്യൂ നമ്മുടെ മെയിൻ മെത്തേഡിന്നോ വേറെ എവിടുന്നോ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് അത് 0 കൊടുക്കും. അപ്പം ഇത്രയും എഴുതുന്നതിന് പകരം സിറ്റി ഇനീഷ്യൽ വാല്യൂ ഈസ് ഈക്വൽസ് ടു 0 വിച്ച് ഈസ് എ ഡിഫോൾട്ട് വാല്യൂ ആൻഡ് ദാറ്റ് വിൽ ഗെറ്റ് അസൈൻ. ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് പാരാമീറ്റർ. പിന്നെ വേറെ ഒന്നുള്ളതെന്ന് വെച്ചാൽ ഇനീഷ്യലൈസേഷൻ ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ ഇതിപ്പം ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഹൗ മെമ്മറിയിൽ വാല്യൂ അസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം സിറ്റി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഞാൻ ഉണ്ടാക്കുക. അപ്പം ഇതെന്ത് ചെയ്യും, സിറ്റി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അത് എന്താ ഹൗ ഷുഡ് ഐ ഷോ സിറ്റി എന്ന് പറഞ്ഞൊരു മെമ്മറി സ്പേസിൽ കുറച്ച് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ അത് നമുക്കൊരു വേരിയബിൾ ഉണ്ടാവും ടൗൺസ്. അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു റാൻഡം നമ്പർ ആയിരിക്കും. ഇതാണ് നമ്മൾ ഇത്രയും കൊണ്ട് ചെയ്യുമ്പോൾ പറ്റുന്നത്. ആൻഡ് ഈ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ടൗൺസിന് ഇനീഷ്യൽ വാല്യൂ, ലെറ്റ്സ് എക്സാമ്പിൾ ഇനീഷ്യൽ വാല്യൂ ഞാൻ 5 കൊടുത്തെങ്കിൽ ആ സമയത്ത് ഈ ടൗൺസിന് റാൻഡം വാല്യൂ എന്ന് നമ്മൾ ആ ഇനീഷ്യൽ വാല്യൂ ലെറ്റ്സ് 10 അത് വെച്ച് അസൈൻ ചെയ്യും. അപ്പം ഇവിടെ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യം നമ്മൾ ഒരു റാൻഡം വാല്യൂ ഫസ്റ്റ് ടൗൺസിന് അസൈൻ ചെയ്തിട്ട് പിന്നെയാണ് 10 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യുന്നത്.
ഈ ഇഷ്യൂ റിസോൾവ് ചെയ്യാനാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ ലിസ്റ്റ് എന്ന് പറയും. അതായത് ഇഫ് യു സീ ദിസ് എക്സാമ്പിൾ ഹിയർ, ഫൊർഗെറ്റ് അബൌട്ട് ടൗൺ കോഡ്, ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പം ഇനീഷ്യൽ വാല്യൂ പാസ് ചെയ്തു, കോഡ് ബ്ലോക്കിൽ ഇവിടെ അല്ലാതെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്ത്, അതായത് ടൗൺസിന് നമ്മൾ ഇനീഷ്യൽ വാല്യൂ കൊടുക്കും. ഇതാണ് ഇനീഷ്യലൈസേഷൻ ലിസ്റ്റ്. അപ്പം മുകളിലത്തെ ഞാൻ നേരത്തെ പറയുന്നതിൻ്റെ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടൗൺസിന് ഇനീഷ്യൽ വാല്യൂ അസൈൻ ചെയ്യും. അതായത് ടൗൺസിന് നമ്മൾ ഒരു റാൻഡം വാല്യൂ അല്ല ആദ്യം അസൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ ഞാൻ ഒരു ഇൻസ്റ്റൻസ് പറയാം. ഇതിപ്പം ഒരു ഇൻഡിവിജ്വൽ വാല്യൂ ആയതുകൊണ്ടാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നത്. പക്ഷേ വലിയൊരു കോംപ്ലക്സ് ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട് കോൺസ്റ്റന്റ് ഒബ്ജക്റ്റ്, നമുക്കൊരു ഒബ്ജക്റ്റ് ആണ് പാസ് ചെയ്യേണ്ടതെങ്കിൽ ഇതിലൂടെ, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വേരിയബിൾ ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ലെറ്റ്സ് സേ നമ്മുടെ ഈ ടൗൺസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വേരിയബിൾ ആണെങ്കിൽ, നേരത്തെ എന്താ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ആ ടൗൺസിന് റാൻഡം വാല്യൂട്ട് അസൈൻ ചെയ്യും. നൗ ഈ ടൗൺസ് എന്ന് പറഞ്ഞുള്ളത് ഒരു കോൺസ്റ്റന്റ് ആയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക ആലോചിച്ച് നോക്കൂ. നമ്മൾ ഓൾറെഡി ഒരു റാൻഡം വാല്യൂ അസൈൻ ചെയ്തു, പിന്നെ അത് കോൺസ്റ്റന്റാണ്, വേറെ പുതിയ സാധനമൊന്നും അതിന് അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ കോഡ് ബ്ലോക്ക് തന്നെ കമ്പൈലർ എറർ വരും. ഓക്കെ, ആ സമയത്താണ് നമ്മുടെ ഈ ഇനീഷ്യലൈസേഷൻ ലിസ്റ്റ് ഉപകാരമാവുക. കാരണം ടൗൺസിന് നമ്മൾ ഓൾറെഡി ഇനീഷ്യൽ വാല്യൂ ആണ് ആദ്യം തന്നെ അസൈൻ ചെയ്യുന്നത്. അപ്പം ഈ ടൗൺസ് കോൺസ്റ്റന്റ് ആണെങ്കിലും നമ്മൾ മുകളിൽ പറഞ്ഞ പ്രശ്നം വരില്ല. പിന്നെ നമുക്കൊരു ഒബ്ജക്റ്റ് ഒക്കെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ലെറ്റ്സ് സേ നമ്മൾ ഈ ടൗൺ കോഡ് കൊടുത്തിട്ട് നമ്മുടെ ടൗൺ ഡോട്ട് ടൗൺ എന്നുള്ള വേറൊരു ഒബ്ജക്റ്റ് ആണ് നമ്മൾക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ, ഇൻസ്റ്റെഡ് ഓഫ് ഫസ്റ്റ് നമ്മൾ എന്താ പറയുക ഈ ഇങ്ങനെ ഇനീഷ്യലൈസേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നോക്കുക. കാരണം ഫസ്റ്റ് നമ്മൾ സിറ്റിൻ്റെ അകത്ത് ഒരു ടൗൺ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും വിത്ത് റാൻഡം വാല്യൂസ്. എന്നിട്ട് അത് ഇനീഷ്യലൈസേഷൻ ചെയ്തതിന് ശേഷം കോഡ് ബ്ലോക്കിലേക്ക് ആ ടൗൺ ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള ടൗൺ കോഡിനെ ഇതുകൊണ്ട് മാറ്റി അസൈൻ ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ഇറ്റ് ഇൻ മൾട്ടിപ്പിൾ സ്റ്റെപ്പ്, ഇനീഷ്യലൈസേഷൻ ലിസ്റ്റ് വിൽ ഹെൽപ്പ് യു ടു ഡു ഇറ്റ് എവറിത്തിങ് അറ്റ് വൺസ്. അതാണ് ഇതിൻ്റെ ഗുഡ് പോയിന്റ്. അടുത്തത് എന്താ പറയുക, വേറെ എന്താ പറയാനുള്ളത്, ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ. ലെറ്റ് മീ തിങ്ക്. ഒബ്ജക്റ്റ് പിന്നുള്ളത് കോൺസ്റ്റന്റ് മെമ്പർ ഫംഗ്ഷൻ ആണ്. കോൺസ്റ്റന്റ് മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുമ്പം ഈ കോൺസ്റ്റന്റ് മെമ്പർ ഫംഗ്ഷൻ ഇതൊരു ആക്സസർ ഫംഗ്ഷൻ ആയിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് കോൺസ്റ്റന്റ് മെമ്പർ ഫംഗ്ഷനിൻ്റെ അകത്ത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഈ വേരിയബിൾസിനെ മ്യൂട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ജാവ വന്നത് ടൗൺസ് ഈക്വൽസ് ടു 10 ഇങ്ങനെ പറഞ്ഞാൽ ഇത് എറർ ആയിരിക്കും. എക്സ്പ്രഷൻ മസ്റ്റ് ബി അപ്പം മോഡിഫയബിൾ ടൗൺസ് നമുക്ക് പറ്റില്ല, കാരണം ഇതൊരു കോൺസ്റ്റന്റ് മെമ്പർ ഫംഗ്ഷൻ ആണ്.